മുഖ്യമന്ത്രി വി.ഡി. സതീഷിനെതിരെ പടപ്പുറപ്പാടുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. കെ.എസ്.യുവിനെ പിന്തുണച്ച് സതീഷിനെതിരെ ഒളിയമ്പുമായി ചെന്നിത്തലയും സുധീരനും. കെ.എസ്.യുവിനെ വിമർശിച്ച് എ.പി. അനിൽകുമാറും രംഗത്തെത്തി. ഗവൺമെന്റ് പ്ലീഡന നിയമനത്തെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നതിന് പിന്നാലെ കോൺഗ്രസിൽ ചേരിപ്പോര് രൂക്ഷമാവുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീഷിനെതിരെ വിമർശനവുമായി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. യുവജന സംഘടനയായ കെ.എസ്.യുവിനോടുള്ള വി.ഡി. സതീശന്റെ അവഗണനയ്ക്കെതിരെയാണ് വിമർശനം. കെ.എസ്.യു എന്നും ധീരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണെന്ന് കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ വ്യക്തമാക്കി. കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് നേരെയുള്ള വി.എം. സുധീരന്റെ വിമർശനം. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ആർജവമായി തുറന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. ആശങ്കകൾ പാർട്ടി അറിയിച്ചിട്ടുണ്ടെന്ന് കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. സ്വന്തമായി അഭിപ്രായം പറയുവാൻ കരുത്തുള്ള സംഘടനയാണ് കെ.എസ്.യു എന്നും അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കി. ഞാൻ കെ.പി.സി പ്രസിഡന്റിനെ നേരിട്ട് കണ്ട് ഈ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായൊരു വിഷയമാണ്. അതിൽ ഞങ്ങളുടെ ആശങ്കകൾ ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചിരുന്നു, പാർട്ടിയെ അറിയിച്ചിരുന്നു. പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഒരു വരി കൂടുതലോ ഒരു വരി കുറവോ പറയാതിരിക്കുകയാണ് ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തം. അതേസമയം അലോഷ്യസ് സേവ്യറിനെ തള്ളിപ്പറഞ്ഞ് കെ.എസ്.യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി രംഗത്തെത്തി. സംസ്ഥാന അധ്യക്ഷൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് പാർട്ടി ഫോറങ്ങളിലാണെന്ന് മുബാസ് ഓടക്കാലി കുറ്റപ്പെടുത്തി. അപ്പോൾ പ്രശ്ന പരിഹാരമല്ല ചില ആളുകളുടെ ലക്ഷ്യം. മനഃപൂർവ്വം ഗവൺമെന്റിനെയും സർക്കാരിനെയും കരിവാരിത്തേക്കുക. കൂടിക്കാഴ്ചയ്ക്ക് ആദ്യത്തിൽ തന്നെ അവസരം ഉണ്ടായിരുന്നല്ലോ. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് സമയവും ആരെയും കാണാൻ തയ്യാറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വസതിയിലും സമയം അനുവദിക്കുന്ന ഒരാളാണ്. പാർട്ടിക്കകത്ത് ഇന്ത്യയുള്ള ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കെ.എസ്.യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കേണ്ടത് മുഴുവൻ മാധ്യമങ്ങളെയും ചേർത്ത് നിർത്തിയാണോ മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിക്കാൻ പോകേണ്ടത്? കെ.എസ്.യു മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് കടുത്തതോടെ നേതാക്കളും രണ്ട് ചേരിയിലേക്ക് തിരിഞ്ഞത് തലവേദന സൃഷ്ടിക്കുകയാണ്. അനുനയത്തിനായുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും പരിഹരിക്കുവാൻ പാർട്ടിക്കകത്ത് സാധിക്കാത്തതാണ് പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നതെന്നാണ് വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം.